കിഷ്കിന്ധകാണ്ഡത്തിലെ അപ്പു പിള്ളയും റൈഫിൾ ക്ലബിലെ കുഴുവേലി ലോനപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഏറ്റവും ലേറ്റസ്റ്റ് കുഴുവേലി ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഇരുന്നു കൊണ്ടാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇരുന്നു കൊണ്ടുള്ള സാധ്യതയിൽ 2-3 ചിരി ചിരിക്കുന്നുണ്ട്. ഡെപ്ത്, അസാധ്യമായിട്ടുള്ള ആ മനുഷ്യൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന, നമ്മളെ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് ഇയാൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് തോന്നിപ്പിക്കുന്ന, ഒന്നും കാണിക്കുന്നില്ല, ആ സംഗതി മാത്രം, ആ ഇരിപ്പ്, ക്യാരക്ടറിന് ഡെപ്ത് കാണിക്കുന്ന 2-3 റിയാക്ഷൻസ് മാത്രമാണ് നമ്മളെ കൊണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയിപ്പിക്കുന്നത്. കിട്ടില്ല സാധനം. ഈ സിനിമ വരുന്നതിന് മുമ്പ് ഇത് ഇത്രയും ഹൈപ്പുള്ള ഒരു ക്യാരക്ടറാണെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ഞാൻ ആ ലോനപ്പനായിട്ട് അഭിനയിച്ചത് ഞാൻ വെറുതെ ഇരിക്കുക. നമ്മൾ നടൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്, നമ്മളെ വിശ്വസിപ്പിക്കുന്നത്, കൺവേ ചെയ്യുന്നത് നമ്മുടെ അംഗവിക്ഷേപങ്ങൾ കൂടെയും നമ്മുടെ മൂവ്മെൻറ്റിൽ കൂടെയൊക്കെ. ശബ്ദം ഒന്ന്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ജസ്റ്റേഴ്സ്, അംഗവിക്ഷേപങ്ങൾ, പിന്നെ ബോഡി മൂവ്മെൻറ്റ് മീൻസ് നടപ്പും ഒക്കെ വേണമല്ലോ. ഇത് ഒരാളൊരു സ്ഥലത്ത് ഇരിക്കുക, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ലിമിറ്റേഷൻ ശബ്ദം കൊണ്ടും പിന്നെ നമ്മുടെ ഫേഷ്യലായിട്ടുള്ള എക്സ്പ്രഷൻ കൊണ്ടും പറ്റുള്ളൂ. പക്ഷെ ഇയാൾ ഇരിക്കുമ്പം ഞാനൊരു സാധനം കാണാം, എൻ്റെ മനസ്സിൽ തോന്നി, നമ്മളിപ്പോൾ ഞാനിപ്പോൾ വന്ന് ഈ കസേര വന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെ അല്ല, കുറേ നാളായിട്ട് ഇതിൽ ഇരിക്കുകയാണ്. ആ ഇരിപ്പിനൊരു പ്രത്യേകത, അതിനകത്താണ് അയാൾ, ബാക്കി ബോഡി കൊണ്ടാണ് അയാളുണ്ടാകുന്നത്. അങ്ങനത്തെ ചില ചെറിയ കാര്യങ്ങൾ, പക്ഷെ അതൊന്നും പ്രേക്ഷകൻ അറിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ നിങ്ങൾ ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ എന്തോ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിനാ ഇരിപ്പിലുണ്ടെന്ന് തോന്നണു. അതുകൊണ്ട് ഇന്ന് തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ഒരു പവർ തോന്നും ആ ആളിലെന്ന് പറഞ്ഞു. അതൊക്കെ ഇതാണ്. അപ്പം ഇരിപ്പിലാണെങ്കിലും എന്ന് പറയുന്നൊരു സംഭവമാണത്. അത് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ബോഡി തളർത്തിയിട്ടിട്ടുണ്ടാവാം, പക്ഷേ ഈ ഇരിപ്പിൻ്റെ കഴുത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്രിപ്പ് പിടിച്ചു നിന്നിട്ട്, കാരണം ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് ഉണ്ട്, കാരണം വിശ്വസിപ്പിക്കാൻ പറ്റണം നമ്മളെ. കാരണം പുള്ളി ലീഡ് ചെയ്യുന്ന ആളാണ്. അവിടുത്തെ ആ നടക്കാൻ പോകുന്ന സംഭവത്തെ എതിരിടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ നോക്കിയിരിക്കുന്ന ഒരാൾ, ഇയാൾ എന്ത് പറയുമെന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്, അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അത് ആദ്യമേ തന്നെ നമ്മളെ ധരിപ്പിക്കാൻ, ക്രൈസിസ് വരുമ്പോൾ തന്നെ നമ്മളെ ധരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണ് അത്? അതെല്ലാവരും പറയുമ്പോൾ നമ്മൾ മുഖം കൊണ്ട് അഭിനയിക്കുന്നത്, ഞാൻ ഒരിക്കലും മുഖം കൊണ്ട് അഭിനയിക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ മനസ്സുകൊണ്ട് അഭിനയിക്കുന്നത്. എൻ്റെ മനസ്സിൽ ആണ് എനിക്ക് ആ ക്യാരക്ടർ ഉണ്ടാകുന്നത്. ആ ക്യാരക്ടർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, എൻ്റെ മനസ്സ് തന്നെയാണ്. എൻ്റെ മനസ്സിനെ, എൻ്റെ ബുദ്ധിയെ, അതിനെയൊക്കെ ഞാൻ അയാളുടേതായിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് സങ്കടം വരുമ്പോൾ ചിലപ്പം കരയുകയില്ലായിരുന്നു, ഞാൻ കരയാതെ പിടിച്ചിരിക്കുന്ന ഒരാളായി. പക്ഷെ ചിലപ്പോൾ ഞാൻ തലയണയിൽ മുഖം ഓർത്ത് കരയാം. അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കരഞ്ഞിട്ടില്ല, അതുകൊണ്ടൊക്കെ. പിന്നെ അച്ഛൻ മരിച്ചപ്പോഴൊക്കെ ഞാൻ കരഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പിടിച്ചു നിന്നിട്ട് ഞാൻ പൊട്ടിപ്പോവും. അതങ്ങനത്തെ ഒരു കരച്ചായിരിക്കുള്ളൂ. പക്ഷേ എനിക്ക് ഈ എൻ്റെ വികാരങ്ങൾ, എനിക്ക് ഈ പറഞ്ഞ സങ്കടമൊക്കെ, എൻ്റെ വിജയരാഘവൻ്റെ വികാരങ്ങൾ ഞാൻ ഇപ്പം 100 വയസ്സുള്ള അപ്പൂപ്പനായിട്ട് അപ്പം ആ 100 വയസ്സുള്ള അപ്പൂപ്പൻ്റെ വികാരമായിട്ടാണ് ഞാൻ പുറത്തോട്ട് വിടുന്നത്. പക്ഷേ ആ ഇമോഷൻ എന്നിലുണ്ട്. പിള്ളേരുടെ സംശയങ്ങളും അയാളുടെ ഓർമ്മയില്ലാതെയും ഓർമ്മപ്പെടുത്തലും അതൊക്കെ എന്നിലാണ് സംഭവിക്കുന്നത്, എൻ്റെ മനസ്സിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ലോനപ്പൻ്റെ മാനസികാവസ്ഥ, അയാളുടെ സ്റ്റബേണാണ്. അയാളുടെ ഒരു ആ ഇരിപ്പിലാണെങ്കിലും എത്ര ഉണ്ട്, എത്ര പേരുണ്ട്, അത് വളരെ ഷാർപ്പാണ് അയാൾ. ആ ഷാർപ്പ്നെസ് ആണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ മനസ്സിൽ അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇപ്പം നമ്മളൊന്ന് സംസാരിക്കുമ്പം എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ, എൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? എൻ്റെ മനസ്സിലെ അവസ്ഥ നിങ്ങൾക്ക് എൻ്റെ ബോഡി ലാംഗ്വേജിലും ഫേസിൽ കൂടെ വരുന്നതാണ്. എൻ്റെ മനസ്സിലാണത്. നിങ്ങളുള്ള എൻ്റെ സമീപനം എൻ്റെ മനസ്സിലാണല്ല, അത് ഞാൻ കാണിക്കലല്ല. ഞാൻ ജീവിതത്തിലൊന്നും കാണിക്കാറില്ല. ഞാൻ എൻ്റെ മനസ്സിൽ അപ്പം ചിലപ്പോൾ എന്നോട് എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളും പറയും, എൻ്റെ മുഖം എനിക്ക് അങ്ങനെ അല്ലാതെ പ്രകടിപ്പിക്കാൻ അറിയില്ല. ഉള്ളത് ഞാൻ വരും എൻ്റെ മുഖത്ത് ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ക്യാരക്ടറാകുമ്പോൾ ആ ക്യാരക്ടർ എന്താണ് വേണ്ടതെന്നുള്ളത് ഇത് ചെയ്യുന്നേ ഉള്ളൂ. റീസെൻ്റ് സിനിമ ആയതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് പൊതുവിൽ ഈ വെടിവെച്ചൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് എനിക്കും വേണമായിരുന്നു ഒരു തോക്ക് എന്ന് തോന്നിപ്പോയി. കാരണം ആ ക്രൈസിസിൽ ഒരു വെടിവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ, വെടിവെക്കുന്നവർ ഓരോരുത്തരുടെ മുഖത്തും കിട്ടുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് നമ്മുടേതായിരുന്നു ആ സാറ്റിസ്ഫാക്ഷൻ. ആ സിനിമ അത്തരത്തിലാണ് വിജയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ആ സിനിമയിൽ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്, പക്ഷെ നമുക്ക് ആരെയും കൊല്ലുന്നതായിട്ട് തോന്നുന്നില്ല. നമുക്കൊരു കൊലപാതകം ഫീൽ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഹ്യൂമർ, അതിൻ്റെ എല്ലാം അണ്ടർകറണ്ട്, അതാണ് തമാശ ഉണ്ട്. അതെ,
വന്ന് ഒരുത്തരം നിന്നെ വെടിവെക്കാൻ വന്നല്ല, നിന്നെ രക്ഷിക്കാൻ വന്ന തുന്നിക്കെട്ടെന്നൊക്കെ അതെ ആ പയ്യനെ ഒന്ന് കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് അവൻ ഇരന്ന് വാങ്ങുന്നതാണ്. അതെ മറ്റേ ആദ്യം അതെ, ആദ്യം ആ പെണ്ണിനെ കയറി പിടിക്കുന്നവൻ, ആ പെണ്ണ് പറയുന്നു ഇപ്പോൾ നീ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ്റെ ഒരു പെണ്ണിനെ കയറി പിടിക്കുമല്ലോ, അതാണല്ലോ എൻ്റെ തുടക്കം. അപ്പോൾ നീ കള്ളു കുടിച്ചു, നീ പോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ തടയുന്നുണ്ട്. ആ തടഞ്ഞിട്ട് പിന്നെ അവൻ അതിക്രമിച്ച് കിടക്കുമ്പോഴാണ് പെണ്ണടിക്കുന്നത്. പെണ്ണടിച്ച് വീണ്ടും അടിക്കാൻ വരുമ്പോഴും ചവിട്ടുന്നത്. ചവിട്ടും വീണ് പോയെന്നേ ഉള്ളൂ. അതിനകത്തൊന്നും നമുക്കൊരു ക്രൂവൽറ്റി ഫീൽ ചെയ്യല. ഒരു അത് വേണ്ടതാ എന്ന് തോന്നിപ്പോവും. അതാണ് അതിനകത്തെ ഓരോ കൊലപാതകത്തിനും നമുക്ക് ജസ്റ്റിഫിക്കേഷൻ തോന്നും. നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഒരു നീണ്ട നിര ഉള്ളപ്പോഴും പുറത്തുനിന്ന് അനുരാഗ് കശ്യപിനെ പോലുള്ള ആൾക്കാർ, ഇപ്പൊ ഹനുമാൻ കൈനെ പോലുള്ള പുതു ജനറേഷന്റെ ഹിറ്റും ഒക്കെ അതിനകത്ത് വന്നപ്പോൾ മൊത്തത്തിലൊരു നമ്മുടെ സിനിമ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ഈ റൈഫിൾ ക്ലബ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സിനിമ കുറച്ചുകൂടെ വളരുന്നില്ല. നമ്മുടെ സിനിമ എന്നല്ല ഇപ്പൊ പറയണത്, നമ്മുടെ സിനിമ ബാക്കി സിനിമയെക്കാട്ടിലും മേലെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ സിനിമയല്ലോ, നമ്മുടെ സിനിമ മൊത്തത്തിലുള്ള സിനിമയാണ്. പിന്നെ മൊത്ത സിനിമയിൽ ഇപ്പൊ കിഷ്കിന്ധ കാണുന്ന പടം ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയില്ല, അതിന്റെ സ്ക്രിപ്റ്റ് ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റാണ്. നമ്മൾ ചില ഇംഗ്ലീഷ് ഫിലിമുകളൊക്കെ കാണുന്നില്ല, എന്നെ ആകർഷിച്ചത് കൂടുതൽ ഈ ഫോറിൻ ഫിലിംസൊക്കെ പല ബ്രില്യൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അതേപോലെയുള്ള ബ്രില്യൻസ് ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങുള്ളത്. നമ്മുടെ വളരെ പരിമിതി ഉണ്ട്. നമ്മൾ കുറേ ദിവസങ്ങൾ പൈസ മുടക്കുന്നതിനൊക്കെ ചിലവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ പരിമിതി, ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആ പരിമിതി വെച്ചിട്ട് ഇത്രയും നല്ല സിനിമ, ഇത്രയും ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഭയങ്കര ബ്രില്യൻസ് ആണത്. ഒരു ഈ ലോക സിനിമയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ചിന്തിക്കാവുന്ന പിള്ളേരാണ് നമ്മുടെ ഉള്ളത്. ഇപ്പം റൈഫിൾ ക്ലബ് ഒന്നും ചെറിയ സംഭവമാണ്. ഒരു 1.5 ദിവസം കൊണ്ട് ഒരു രാത്രിയും ഒരു രാവിലെ ഒരു 10 മണിക്കുള്ളിൽ നടക്കുന്ന സംഭവമാണ്. അതിനൊരു പ്രത്യേക ആദ്യമധ്യാന്നുള്ള കഥയില്ല, അങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ സ്വഭാവം വർണ്ണിക്കത്തക്ക രീതിയിലുള്ള സിറ്റുവേഷൻ ഇല്ല. ഒരു സാധാരണ സിനിമയിലൊക്കെ ആദ്യം ഇതാണ് ഇന്നയാള് അതിൽ ഇത്രക്കാരനാണ്, മറ്റേ ഇത്രക്കാരനാണെന്ന് മനസ്സിലായാണ് നമ്മൾ കഥയിലേക്ക് എത്തുന്നത്. അതിനുള്ള സമയമൊന്നുമില്ല. അതിനൊന്നും ഇല്ലാത്തൊരു ചെറിയ ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ഈ 2 മണിക്കൂർ നമ്മളിങ്ങനെ രസിച്ച് സന്തോഷിച്ച്, എന്നാൽ ഒരു വളിപ്പല്ലാത്ത രീതിയിലുള്ള വേറെ രീതിയിലുള്ള തമാശയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ബ്രില്യൻസ് ഭയങ്കരമാണത്. നമ്മള് വളരെ തീരെ മോശക്കാരെന്ന് നമ്മളെ സിനിമ കൊച്ചു സിനിമ എന്നൊന്നും പറയേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയി. വേറെ ലെവലാണ്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ടെക്നിക്കലി ഒക്കെ വളരെ 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 മേലെയാണ്. ഈ അപ്പുപിള്ളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ആ മനുഷ്യനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ പോകുന്നത്. കാരണം എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം നമ്മളിത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ പക്ഷേ അപ്പുപിള്ളയുടെ നോട്ടങ്ങളൊക്കെ നമ്മൾ റീവാച്ച് ചെയ്യാൻ, നമ്മുടെ മനസ്സിനകത്ത് റീവാച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത് പിടികിട്ടും ആ നോട്ടങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഡെപ്ത് രണ്ടാമത് കാണുമ്പോൾ. അതാ സ്ക്രിപ്റ്റിന്റെ ഗുണമാണ്, വേറെ ലെയറുണ്ട്. അതെ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ സാറ് നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന സമയത്തൊക്കെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു സാധാരണ എന്തോ ഉണ്ട് അതിനകത്ത്. പക്ഷെ ആ സമയത്ത് സാറിന്റെ മനസ്സിൽ എന്ത് വെച്ചിട്ടാണ് ഇത് സങ്കല്പിച്ചുകൊണ്ട് നിൽക്കണമെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. എന്ന് വെച്ചാൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വലിയ തയ്യാറെടുപ്പൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഒരു ഒറ്റ ജസ്റ്ററാണ്. അപ്പം ഞാനിപ്പം മനസ്സിൽ വിചാരിച്ചു, ഇയാൾക്ക് ഞാൻ സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചപ്പോൾ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ വായിച്ചു കേട്ടിട്ട് ഗംഭീര സിനിമയായിരിക്കും. ഓടൂ, അതെനിക്കറിയാൻ മേല, ഗംഭീര സിനിമയായിരിക്കും. അത് തന്നെയാണ്. ഞാൻ ആ സിനിമ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാനിപ്പോൾ ആ സിനിമ അഭിനയിച്ച് പോയി കണ്ടു. തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയൊരു എന്ത് ആണ് നമ്മൾ അഭിനയിച്ച സിനിമ ഇത്രയും ഗംഭീര സിനിമ എന്ന അഭിപ്രായം വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നിയില്ല. അതേസമയത്ത് ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സിനിമ കാണുന്ന പോലെ തന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നലുണ്ടായി. അത് ആ വായനയിൽ ആ സ്ക്രിപ്റ്റിലുള്ളത് കൊണ്ടാണ്. അപ്പം അതിനകത്ത് ഈ വായിച്ചു കഴിഞ്ഞപ്പം ഈ ആ ക്യാരക്ടർ ഇന്ന പോലെ ആയിരിക്കണം അങ്ങനെ ഇപ്പോൾ ഒരു ആലോചന വരുമ്പോൾ എനിക്ക് എന്തോ ഈ പറഞ്ഞ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ അവസ്ഥ. ഡിമെൻഷ്യ പലർക്കും പല രീതിയിലാണ്. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഡിമെൻഷ്യ ബാധിച്ച ഒരാളെ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്തായ ഡോക്ടറോട് ചോദിച്ചു. അപ്പം ഞാൻ അടുത്തൊരു പയ്യനെ കണ്ട, ആ പയ്യൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കണം, അവൻ ഈ മുടി ഇങ്ങനെ പിടിക്കും, അവൻ്റെ കൊച്ചുമുടി അവനിങ്ങനെ പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഞാൻ കൊച്ചായി നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ അവൻ്റെ ഒരു പ്രശ്നമാണ്, നമുക്കറിയാം. അന്ന് പിന്നെ കൊണ്ട് ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പം അതുപോലെ എന്തെങ്കിലും സംഭവം വേണമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ അത് പ്രകടമാകാൻ പാടില്ല, പ്രേക്ഷകൻ അറിയരുതല്ലോ. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവം എനിക്ക് ആദ്യം തോന്നുന്നു. ഇത് തോന്നാൻ കാര്യം, അച്ഛൻ എഴുതുമ്പോൾ, അച്ഛന് മിക്കവാറും രാത്രിയിലാണ് എഴുത്ത്. അങ്ങനെ എഴുതി ചിലപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുമ്പോഴൊക്കെ ഒരു ഒറ്റ ഫ്ലോയിൽ അങ്ങ് എഴുതുക. പക്ഷേ ഇടയ്ക്ക് ചിലപ്പം
ഈ ഇങ്ങനെ ഇങ്ങനെ ഇന്നുകൊണ്ട് എഴുതും. ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ പേന ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കും. പക്ഷെ അപ്പോൾ ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ ചില ചിരിയൊക്കെ വരും പുള്ളി. എന്നിട്ട് ചിരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത് എഴുതാൻ. അപ്പോൾ ഈ സംഭവം ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ല ഓർക്കാൻ വേണ്ടിയുള്ള ശ്രമം, മനസ്സിൻ്റെ ഒരു വോണ്ടറിങ്, ഇങ്ങനെയൊക്കെ അതെനിക്ക് പെട്ടെന്ന് തോന്നി. ഞാൻ അത് മാത്രമാണ് എൻ്റെ സ്വിച്ച്. ഇത് ഞാൻ കഥാപാത്രം എനിക്ക് ഓർമ്മയിലേക്ക് മറവിയിലേക്ക് പോകും. അത് മറവി ഓർത്തെടുക്കാൻ ശ്രമിക്കും. പിന്നെ ഒരു വോണ്ടറിങ് മൈൻഡ്. അപ്പോൾ വോണ്ടറിങ് മൈൻഡ് കണ്ണിൻ്റെ ദൃഷ്ടിയൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ ഇയാൾ എല്ലാവരിൽ നിന്നും ഇയാളെ ആരും അറിയരുതെന്നുള്ള തോന്നുന്നു. അപ്പോൾ ആരെയും ഫേസ് ചെയ്യല്ല പുള്ളി. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ഇത് ടെൻഷൻ കൂടുന്തോറും ഈ കറക്കം കൂടും, വിരലുകൾക്കാവും. പിന്നെ ഈ വിരലുകൾ നിൽക്കാതാകുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിട്ട് ഒരു വിരല നിൽക്കുമ്പോൾ രണ്ട് കയ്യിലേക്ക് ആകും, മൊത്തം ബോഡി വ്യാപിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇതൊന്നും ഞാൻ മുൻകൂട്ടി കരുതിക്കൂട്ടി ചെയ്ത് അങ്ങനെ സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് കുഞ്ഞ് ജനിക്കാന്ന് ചോദിക്കുന്നത് എപ്പോഴും സംഭവിക്കുന്നെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടാകുന്നതാണ്. അത് പല നമ്മുടെ ജീവിതത്തിൽ കണ്ടു മറന്നതായതോ അല്ലെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. അത് നമ്മൾ കുത്തിയിരുന്നിട്ട് ഞാൻ ഇന്നുവരെ ഒരു കഥാപാത്രത്തിന് കുത്തിയിരുന്നിട്ടോ അയാളെന്താ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെയല്ല സംഭവിക്കുന്നത്. അത് ഈ സംഭവിക്കുന്നത് നമുക്ക് ഇത് തന്നെയാണല്ലോ എൻ്റെ ജോലി, എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ പാഷനാണ്, എൻ്റെ എല്ലാം ഈ അഭിനയിക്കുക എന്നുള്ളത്. ഞാൻ പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ചില സാധാരണക്കാരൊരാളെ കാണുന്ന പോലെ അല്ല ഞാൻ കാണുന്നത്. എനിക്ക് വ്യത്യാസമുണ്ട്. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ പതിയും. ഇപ്പം പണ്ട് കണ്ട ചില ആൾക്കാരൊക്കെ എന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ചില ക്യാരക്ടേഴ്സ് പെട്ടെന്ന് അതിൻ്റെ ചില അംശങ്ങൾ. ഇപ്പം ലീല എന്നുള്ള പടത്തിനകത്ത് എനിക്കൊരു 2-3 പേരുടെ പണ്ടുള്ള ആൾക്കാരത് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കണ്ട ആൾക്കാർ, അവരുടെ കോസ്റ്റ്യൂം അതൊക്കെ അവിടുന്നാണ്. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചപ്പം എൻ്റെ കൂടെ പഠിച്ച പയ്യനുണ്ടായിരുന്നു, ഭയങ്കര അഹങ്കാരിയായ ഒരു പയ്യനുണ്ടായിരുന്നു. പണം ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ട്. അവനിങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ 555 സിഗരറ്റൊക്കെ ഒരു പാക്കറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നടക്കും. ശരിക്കും പറഞ്ഞാൽ അതാണ് ചേറാടിക്കറി എന്നുള്ള ക്യാരക്ടറിന്റെ ബേസ്. അതാ പറഞ്ഞാൽ വിശ്വസിക്കുക എല്ലാവരും. അപ്പം നമുക്ക് പെട്ടെന്ന് ചിലതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്ന ആളിനെ പോലെ തന്നെയാണെന്ന് വെച്ചാൽ ഒരാളെ കണ്ടോണ്ട് അതുപോലെ ചെയ്യുന്നതല്ല. പല അംശങ്ങളാണ്, പല ക്യാരക്ടേഴ്സിന്റെ പല അംശങ്ങൾ കൂട്ടിച്ചേരുമ്പോഴാണ് ഒന്നായത്. ക്യാരക്ടർ ഈസ് നോട്ട് വൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. പലതാണ്, പല അംശങ്ങൾ കൂട്ടിയിട്ടാണ് ഒന്നുണ്ടാകുന്നത്. അത് സംഭവിക്കുന്നതാണ്. പക്ഷേ ലീലയിൽ ഈ കുട്ടിയപ്പൻ്റെ പുറകെ നടക്കുന്ന മനുഷ്യനെ, ആ മനുഷ്യനൊരു സ്വഭാവ സവിശേഷതകളും ആകുലതകളും ഉണ്ട്. ഈ മനുഷ്യൻ ചെയ്യുന്നതിനോട് എതിർപ്പുണ്ട് പല കാര്യത്തിലും. പക്ഷെ ഇതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ജസ്റ്റേഴ്സോ ഒരു ആംഗ്യഭാഷയോ ഈ മനുഷ്യനില്ല. പാവത്താനാണ്. ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രൂപം മാറ്റങ്ങളിലേക്ക് വന്ന ഒരു ക്യാരക്ടറാണത്. എന്ന് വെച്ചാൽ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിനകത്തില്ല, ആ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. ആ ജസ്റ്റേഴ്സ് നടപ്പ് ഒരു ഫ്രെയിമിലും ഔട്ടായിട്ടില്ല. ഈ മനുഷ്യൻ അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഇതിന് ചെറിയ ശ്രമം പോരാ. ഞാൻ മനസ്സിലാക്കുന്ന ഇതിനകത്തൊരു ഹോംവർക്ക് ഉണ്ടാവണം. ഹോംവർക്ക് അല്ല ഞാൻ പറഞ്ഞ ഹോംവർക്ക് ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ അത് ഞാൻ പറഞ്ഞു ഇരുന്ന് ചിന്തിച്ചിട്ട് ഇപ്പം ഞാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുറി പോയത് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുന്നതല്ല. അതെൻ്റെ യാത്രയിലോ ചിലപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ അങ്ങനെ ഏതെങ്കിലും സമയത്ത് ആണ് ഓരോ ചെറിയൊരു സാധനം കിട്ടുന്നത്. ലീലയിലെ പിള്ളേച്ചെന്ന സാധനം എന്നോട് രഞ്ജിത്ത് വായിക്കാൻ പറഞ്ഞു ആ പുസ്തകം. ഞാനിത് ഓൾറെഡി വായിച്ചിട്ടുള്ള ഉണ്ണിയാർ അടുത്ത വീട് കൊടമാളൂര്. ഞാനും ഉണ്ണിയാർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ഞാൻ രഞ്ജിത്തോട് ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ലടോ ഒന്നുകൂടെ വായിക്കും. അപ്പൊ ഈ കഥാപാത്രം എന്താണെന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ വായിക്കുന്ന കൊള്ളാം, ഇങ്ങനെ സിനിമയൊക്കെ നന്നായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച എങ്ങോട്ട് വായിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഗംഭീരമായിരിക്കുന്നു. നിങ്ങൾക്ക് ഏതാ കഥാപാത്രം ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ ചോദിച്ചു. എനിക്ക് പിള്ളേച്ചനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനോ അതിനെ വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മറ്റാരാ പറഞ്ഞു ബിജുവാണ് ചെയ്യുന്നത്. ഞാൻ വായിച്ച് പെട്ടെന്ന് തോന്നുന്നത് ഇയാൾക്ക് ഭാര്യയുണ്ട്, അവൾക്ക് ജോലിയുണ്ട്, ഒരു മോളേ ഉള്ളൂ, വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഇയാളുടെ അച്ഛനും ഇയാളുടെ അച്ഛനും ഒന്നിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണക്ഷനാണ്. അപ്പോൾ പിന്നെ ഇയാൾക്ക് വീട്ടിൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു ഈസി ഗോയിങ്ങാണ്. പിന്നെ അത്യാവശ്യം പുള്ളി കള്ളു കുടിക്കണം. പിന്നെ പുള്ളിക്ക് ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ കാണുന്നതും ഇത് അറിയുന്നതും അങ്ങനെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ എല്ലാത്തിനും ദൂരെ നോക്കിന്ന് കാണുക, അതങ്ങനെ കണ്ട് സുഖാകുക, അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പൊ ഇത് ഒരു ഈസി ഗോയിങ് ആണ്. അതാണ് നടപ്പിന്റെ ഒരു കൈ പുള്ളി ഇങ്ങനെ മാത്രം കൈ പോസ്റ്റ് ഇങ്ങനെ അത് ബാക്കിലോട്ടാണ്. ആ സ്വാർത്ഥതയുടെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നി. അതായത് ഈ ഒരു
പിന്നെ എപ്പോഴും പുള്ളി കൈ പുറകെ കിട്ടും. പുറകെ കിടന്നിട്ട് മുന്നോട്ടെത്താലേ വല്ലതും ചെയ്യേണ്ടുള്ളൂ. ഇങ്ങനെ എടുത്ത് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ മടിയനാണ്, ബേസിക്കാണ് മടിയനാണ്. അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യമാണ്. പിന്നെ ഈ മടി അതിന്റെ ഭാവം ഈസി ഗോയിങ് ആണ്. ഈ നടപ്പ് ഒരു ചാർലി ചാപ്ലിന്റെ നടപ്പിൽ കണ്ടിരുന്നു. അതൊരു ഈസി ഗോയിങ് നടപ്പുണ്ട്. ഞാനത് വേറെ രീതിയിലാണ്, സ്വാർത്ഥതയുണ്ട് അതിനകത്ത്. ചാപ്ലിന്റെ നടപ്പത്തിനകത്തൊരു ഇന്നസെൻസ് ഉണ്ട്, ഓപ്പണാണ്. ഇതല്ല, ഇത് ഇയാളുടെ നടപ്പിനകത്ത് ഒരു സ്വാർത്ഥതയുണ്ട്. അതാ പുറകോട്ട് കൈവീശി നടക്കുന്നത്, പുറകോട്ടുള്ള പിടുത്തല്ലേ. അത് സ്വാർത്ഥതയുടെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ എങ്ങനെയോ മനസ്സിൽ കിടക്കുന്നത്. അല്ലായിരിക്കും അങ്ങനെ നടക്കുന്നതല്ല, സ്വാർത്ഥം വരാന്നല്ല. അപ്പം അങ്ങനെ ഒരു കാര്യം തോന്നി. പിന്നെ ഈ പറഞ്ഞില്ലേ, ഇയാൾ മടിയനും മുണ്ട് രാവിലെ ഉടുത്ത് ഇങ്ങോട്ട് മടക്കി കുത്തി കെട്ടിക്കഴിഞ്ഞാൽ ഷർട്ട് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ മടക്കി കുത്തി അഴിക്കണമല്ലോ. മറ്റാണ് മടക്കി കുത്തണം, അഴിക്കണം, മുണ്ട് താഴ്ന്നു കിടന്നാൽ കൈ കൊണ്ട് പിടിക്കുകയൊക്കെ, ഇതൊന്നും വേണ്ട. കൈ കൃത്യമായിട്ട് ഇവിടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ സ്വസ്ഥം. അത് ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളെ ഇവിടെ ഒരു ഓവർസിയർ ഉണ്ടായിരുന്നു, രാമക്ഷോളത്തേന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഡ്രസ് കോഡ് ഇതാ, പുറത്തൂടെ ഷർട്ട് ഇട്ടേക്കും, ഇങ്ങനെ കുറയ്ക്കും. പിന്നെ പുള്ളിക്ക് വേറെ സംഭവം, അതാണ് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത്. അതെല്ലാം ഞാൻ എടുത്തില്ല. പുള്ളി ഈ ടവല് ഷർട്ടിൻ്റെ പുറകെ വയ്ക്കും. അന്ന് എണ്ണ കണ്ടമാന എണ്ണ വെച്ചിട്ട് ഇത് ഇവിടെ മുഴുവൻ കോളറെ മുഴുവൻ അഴുകി ഇങ്ങനെ ചെളി പിടിക്കും. അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെക്കുന്നത്. ആ പുള്ളി മൂക്കിപ്പൊടി വലിക്കും. എന്നിട്ട് പുള്ളി പൊടി ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് വർത്താനം പറയാം. അപ്പോൾ വർത്താനം പറയുമ്പോഴത്തേക്കില്ല, അപ്പം സ്ഥിരം പൊടി വലിക്കുന്ന ആളായതുകൊണ്ട് മൂക്കിൻ്റെ അടപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ പൊടി എടുത്തിട്ട് വർത്താനം ചിരിക്കാൻ മുറുക്കുകയും ചെയ്യുക ആള്. ഈ പല്ലൊക്കെ മുറുക്കിയതിൻ്റെ കറയുണ്ട്. പൊടിയെടുത്ത് ഇങ്ങനെ സംസാരിച്ച് കിടക്ക് ഇങ്ങനെ പെട്ടെന്ന് രണ്ടുമൂന്ന് കുത്തുണ്ട് പുള്ളി, പ്രത്യേക രീതിയിലുള്ള വരിക. അത് വെച്ചിട്ട് പുള്ളി പെട്ടെന്ന് ഈ ടവലിക്ക് എടുക്കും. എടുത്തിട്ട് ടവലെടുത്തിട്ട് ഇങ്ങനെ തൂത്തിട്ട് ടവൽ ഇവിടെ വയ്ക്കും. ഇതാണ് പുള്ളിയുടെ ഒരു, അത് നമുക്ക് വേറെ പുറത്ത് ചെയ്യാവുന്ന ചില സാധനം അത്. പക്ഷെ അത് ഞാനങ്ങ് കളഞ്ഞു. പൊടിവലി എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും. ഈ ക്യാരക്ടർ അത് വേണ്ട. അപ്പൊ അത്രയും സാധനങ്ങൾ നമ്മൾ കളയും. എന്നിട്ട് പിന്നെ പുള്ളി ഈ നടപ്പും പുള്ളിയുടെ ഒന്നിക്കുന്നതൊന്നുമല്ല. സാറ് സംസാരിക്കുമ്പോൾ തന്നെ വോയിസ് കൾച്ചറിനെ കുറിച്ച് അച്ഛനും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വോയിസ് എന്ന് പറയുന്നത്? അപ്പം ഈ വോയിസ് കൾച്ചർ പഠിച്ചെടുക്കാൻ കുറച്ച് പാടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നാടകത്തിന്റെ ഒരു പ്രാക്ടീസ് കൊണ്ടായിരിക്കാം ആദ്യമേ മുതൽ തന്നെ വോയിസിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ നാടകത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഇത് നന്നായി ഉപയോഗിക്കാൻ കഴിഞ്ഞ ആർട്ടിസ്റ്റുകളൊക്കെ പലപ്പോഴും വിജയിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് വിജയരാഘവൻ ചേട്ടൻ ശരിക്കും ഒരു പ്രായമുള്ള ഒരാളാവുമ്പോൾ ആ പ്രായം നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ വോയിസ് കൾച്ചർ പഠിച്ചുകൊണ്ടാണ്. വോയിസ് എത്രത്തോളം ആർട്ടിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു പുറം രാജ്യങ്ങളിലൊക്കെ വോയിസ് കൾച്ചറിൽ മാത്രം പഠിക്കാൻ 2-3 വർഷത്തെ കോഴ്സ് ഉണ്ട്. നമ്മുടെ ഇവിടെ അഭിനയം എന്ന് പറഞ്ഞാൽ നേരെ സഞ്ജീവ് നോക്കി വെറുതെ അങ്ങ് പോകുന്നത് അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര സംശയം. എനിക്കിത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാന്ന് എനിക്ക് പേടിയാണ്. ആദ്യത്തെ ദിവസം ഒന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ട് പേടിയാണ്. അപ്പം എന്നോട് കുട്ടിയുടെ പേടിയുണ്ടോ? അപ്പം കൂടെയുള്ളൂ, ഞാൻ സത്യം എനിക്ക് പേടിയാണ്. എന്നെ ടെൻഷനാണ് എനിക്കപ്പം ദേഷ്യം വരും. മേക്കപ്പ് മാനോട് ഞാൻ വഴക്കുണ്ടാക്കും, അത് ശരിയല്ല ഇത് ശരി എന്ന് വെച്ചാൽ എൻ്റെ ഇറിറ്റേറ്റഡായി ഞാൻ. എനിക്ക് അതൊന്നും ആയി കിട്ടാൻ വേണ്ടിയുള്ള എൻ്റെ കുഴപ്പം ഞാൻ പലരിലേക്കും ചാരുന്നതാണ്. അവനെ കുറ്റം ഇവനെ ഡ്രസ് ഇങ്ങനെയല്ല, ഇതൊന്നും ശരിയായി കിട്ടാനുള്ള എൻ്റെ കുഴപ്പമാണത്. അവർക്ക് എൻ്റെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ അറിയാം ഇതിൻ്റെ. നാടകത്തിൽ 90% നാടകം എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇത് 100% ശരിയെന്നല്ല, 90% അതിൻ്റെ ഒരു വേറെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ശബ്ദ നിയന്ത്രണം കൊണ്ടാണ് നാടകം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമ്മളൊരു 3 റോയ്ക്ക് അപ്പുറം ഇരിക്കുന്നതിന് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല, നമ്മുടെ കണ്ണു നിറയുന്നതോ ഒന്നും. പിന്നെ ശബ്ദം കൊണ്ടാണ് നമ്മൾ അത് എത്രമാത്രം ശബ്ദ നിയന്ത്രണം നമുക്ക് സാധിക്കുന്നു അത്രമാത്രം പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ പറ്റും. ഫേഷ്യൽ എക്സ്പ്രഷൻ അത്രയും അവിടെ പ്രകടമായാലും അവർക്ക് കാണാൻ പറ്റില്ല, അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. ഒരു 5 റോ 6 റോ കഴിഞ്ഞാൽ അവന് അറിയില്ലല്ലോ നമ്മുടെ മുഖത്തെ മൈന്യൂട്ട്സ് എന്താണെന്നുള്ളത്. സിനിമ അതല്ലല്ലോ. സിനിമ നമ്മുടെ കണ്ണിലൊരു തിളക്കം ഉണ്ടായാൽ പോലും സിനിമയെ മനസ്സിലാവും, അത്ര ക്ലോസ് ആയിട്ട് വയ്ക്കരുത്. അപ്പം ഇതിന് നടനെ സംബന്ധിച്ച് അവൻ വോയിസ് കൾച്ചറിൽ നല്ല പോലെ അതിനെപ്പറ്റി കൺട്രോളുള്ള ഒരുത്തിന് മാത്രമേ നല്ല വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ പറ്റൂ. ഏറ്റവും വലിയ ഉദാഹരണം തിലകൻ ചേട്ടൻ്റെ ശബ്ദ നിയന്ത്രണമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ആക്ടർ എന്നുള്ളതിന്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്ലസ് സൗണ്ട് മോഡുലേഷനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് സൃഷ്ടിച്ചിരിക്കുന്നത് പോലും അങ്ങനെയാണ്. അല്ലാതെ വലിയ ബോഡി ലാംഗ്വേജ് ഭാഗം കൊണ്ടല്ല. പ്രത്യേകം നടപ്പൊക്കെ പുള്ളി ഒരു പ്രത്യേക രീതി തന്നെ. പക്ഷേ ശബ്ദ നിയന്ത്രണം തിലകഞ്ചനെ വെട്ടാൻ ആരുമില്ല, അത്ര ഗംഭീരമാണ്. അത് നാടകത്തിൽ നിന്നുള്ളതാണ്. ഈ പറഞ്ഞ നാടകത്തിൽ നമ്മൾ
ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രഹസ്യമാണ് പറയുന്നത്. ഇത് അങ്ങനെ അറ്റത്തിരിക്കുന്നവരും കേൾക്കണം, എട്ടുനാടും പൊട്ടേ വിളിച്ചു പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള ഭാവം ഉണ്ടാവണം ശബ്ദത്തില്, ശബ്ദത്തിൽ ആ ഭാവം ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം അത് ഒരു രഹസ്യമാണെന്ന് തോന്നണം. വിളിച്ചു പോകുന്ന ഡയലോഗുകളല്ല ഞാൻ പറഞ്ഞത്, അല്ലാത്തതൊക്കെ ഒരു കൊച്ചുകുട്ടിയൊക്കെ നമ്മൾ കൊച്ചുകുട്ടികളായി സംസാരിക്കുമ്പോൾ തൊണ്ടെന്നാ സംസാരിക്കും, അമ്മ അച്ഛ വാഗണ്ട സംസാരിക്കും, ഇവിടെ കൊണ്ടാ സംസാരിക്കുന്നത് കുട്ടികൾ. അത് പ്രായമായി വരുംതോറുമാണ് ശബ്ദം മാറി മാറി ഇങ്ങോട്ട് വരുന്നത്. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ചില്ല, 10-12 വയസ്സൊക്കെ ആകുമ്പോൾ ശബ്ദം മാറുന്നു, വോക്കൽ കോഡൊക്കെ കുറച്ച് ഇതാകുന്നു, അവൻ്റെ ശബ്ദം പുരുഷ ശബ്ദമാകുന്നു, ഹോർമോൺ ചേഞ്ചസിനെ ആയിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് അവൻ്റെ ശബ്ദം മാറി പുരുഷ ശബ്ദമാകുന്നത്. അപ്പോൾ അതോ ശബ്ദം നമ്മുടെ റിസോണൻസ് ഉണ്ടാകുന്ന ശബ്ദത്തിന്. ശബ്ദം നമുക്ക് ഇവിടുന്ന് മാത്രമല്ല തൊണ്ടേന്ന്, അതുപോലെ ബ്രീത്തിങ് വ്യത്യാസം ഉണ്ടാകും. ഓരോ കഥാപാത്രം ബ്രീത്ത്. ഇപ്പം ഞാൻ പ്രായമാകുമ്പോഴും, ഇപ്പം ഞാനിപ്പം അപ്പൂപ്പനായിട്ട് അഭിനയിച്ചപ്പോൾ ഇത്രയും ഇതിനകത്താണ് ഉള്ളിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ സംസാരിക്കുമ്പോഴാണ് അതങ്ങനെ ഉണ്ടാവും. മനസ്സിലായി? അപ്പുപിള്ളക്കല്ല, അപ്പുപിള്ള കുറച്ചുകൂടെ ഒരു പരിഭ്രമം ഉണ്ട്. പരിഭ്രമം, ഉള്ളിലുള്ള പരിഭ്രമം ആരെയും കാണിക്കുന്നുമില്ല. അപ്പം അത് ഇല്ല എന്നുള്ളതിന് തന്നെ ഒറ്റ ബ്രീത്തിന് ഉള്ളിൽ ആണോ ഇല്ല അറിയാൻ മേല പറഞ്ഞില്ലേ, ഇത്തരം കൊണ്ടായാലും ബ്രീത്ത് പോവുക. മറ്റേ സാധാരണ ഇല്ല പറഞ്ഞില്ല, എന്താ എനിക്ക് എന്താ വേണ്ട, എൻ്റെ ബ്രീത്ത് പിന്നെ ബാക്കിയുണ്ട് എനിക്ക്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു കുറേ നേരം ഒരു ബ്രീത്ത് കൊണ്ട് സംസാരിക്കാൻ പറ്റും. അപ്പുപിള്ളയ്ക്ക് പറ്റില്ല. അത് അതാണ് അയാളുടെ പ്രശ്നം. എന്തുകൊണ്ട് അയാളുടെ ബ്രീത്ത് വ്യത്യാസം. അപ്പം ഞാൻ ഇങ്ങനെ മൈന്യൂട്ട്സ് തന്നെ എല്ലാം മാറണം. നമ്മളുടെ ഈ പറഞ്ഞ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് അത് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനിത് അപ്പുപിള്ള ഇങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ പിന്നീട് അതിനെപ്പറ്റി ഞാൻ ആലോചിക്കും എന്തൊക്കെയാണ് അതിനകത്തുണ്ടായ മാറ്റങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഞാൻ സ്വയം എന്നെ വിമർശിക്കും, ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. അപ്പം എന്തായിരുന്നു മറ്റേ ക്യാരക്ടർ എന്തായിരുന്നു, അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോഴാണ് ദേശാടെന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് എനിക്ക് ആദ്യം എൻ്റെ ജയരാജ് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്ന ആളോ അത് എന്ന് വെച്ചാൽ അന്ന് ഞാൻ കുറേ മസിലൊക്കെ ഉള്ള ഈ ഉള്ള ശരീരം, പിന്നെ അന്നാലും 8 ഇടിയും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലൂടെ. അവിടെ ഞാൻ വരുന്നത് ഹാർബർ എന്നുള്ള സിനിമയുടെ സെറ്റിൽ നിന്നാണ് വരുന്നത്. ഹാർബറിനകത്ത് 8-10 ഫൈറ്റ് ഉണ്ട് അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ജയ എനിക്ക് നല്ല കുട്ടിയുടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്. അപ്പം ജയൻ ഷൂട്ടിങ് വരെ ഉറപ്പിച്ച് വെച്ച് എന്താ എന്നെ വിളിക്കുന്നത്, അത് വേറെ സംഭവമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് തീർന്നിട്ടേ വരാൻ പറ്റുള്ളൂ, ചെയ്യണം ഫിക്സ് ചെയ്ത ശേഷം പിറ്റേ ദിവസം ഞായറാഴ്ച, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അതായത് ഒരു മനോരമയുടെ പത്രത്തിൻ്റെ ഒരു സെൻട്രൽ പേജിൽ കോട്ടക്കൽ ശിവരാമൻ എന്ന് പറഞ്ഞ കഥകളി നടൻ്റെ അദ്ദേഹത്തിൻ്റെ 60ാം പിറന്നാളാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ എഡീഷനുണ്ട് അങ്ങനെ പറ്റിയുള്ള. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട്. അതിനകത്ത് എന്നെ പെട്ടെന്ന് അട്രാക്ട് ചെയ്ത ഫോട്ടോ ഇങ്ങനെ മഹാത്മാഗാന്ധി ഇരിക്കുന്നില്ലേ സൈഡ് കഴിഞ്ഞിട്ട് കൈ കുത്തിയിട്ട്, മഹാത്മാഗാന്ധി പോസ്റ്റർ അതുപോലെ ഇങ്ങനെ കൈ കുത്തിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെ ഒരു രുദ്രാക്ഷത്തിൻ്റെ മാലയും പിന്നെ ആ ഫോട്ടോ പെട്ടെന്ന് എനിക്ക് എന്തോ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ ഭരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ, കാരണം ഫോട്ടോസ് കണ്ടല്ലോ. അവിടെയാണ് എനിക്കൊരു എന്തോ ഒരു തോന്നലുണ്ടായി. അപ്പൊ കഥകളി നടന്മാരായ കൊടമാളൂർ കരുണാകരൻ സാറ് ഇവിടെ തൊട്ടടുത്താണ്, എനിക്ക് അദ്ദേഹത്തെ അറിയാം, അച്ഛനുമായിട്ട് വലിയ സുഹൃത്തുക്കൾ. കലാമണ്ഡലം കൃഷ്ണൻ നായർ സാറ്, അതൊക്കെ അദ്ദേഹം അച്ഛനുമായിട്ട് സംസാരിക്കാൻ കണ്ടിട്ടുണ്ട്. അച്ഛനും കഥകളി ഇല്ലില്ല, അച്ഛൻ കഥകളി പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ട്, അറിയാം. അപ്പൊ ഈ കൃഷ്ണൻ നായർ സാർ അച്ഛനോട് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണ് സാധകം മാത്രം, പുള്ളി ഏകലോചനം ചെയ്യുന്ന ഒരു നടൻ അദ്ദേഹം ഉള്ളൂ എന്ന് പറയാം. ഒരു കണ്ണിൽ ഒരു ഭാവവും മറ്റു മുഖത്ത് വേറെ ഭാവവും വരുന്ന അഭിനയം, അത് വളരെ അനായാസമായിട്ട് വരുമായിരുന്നു അദ്ദേഹത്തിന്. ഈ കണ്ണിനകത്ത് വെളുപ്പിനെ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് ആശാൻ വന്ന് വെണ്ണ കണ്ണിനകത്തിടും, എന്നിട്ട് ഇങ്ങനെ കണ്ണ് കറക്കും, ഇങ്ങോട്ട് കറക്കും അങ്ങോട്ട് കറക്കും, അങ്ങനെ ഇത് തന്നെ 3 വർഷം നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ഈ കണ്ണ് സാധകം ചെയ്യുന്നത്, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഓരോ കണ്ണുകൊണ്ടുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എത്രമാത്രം അതിനകത്തൊരു അധ്വാനമുണ്ട്, അതൊരു ഡെഡിക്കേഷനുണ്ട്, ഒരു കഥകളി നടനാവണമെന്ന്. പിന്നെ ഈ ശ്ലോകങ്ങൾ മുഴുവൻ പഠിക്കണം, ഈ പുരാണ കഥകൾ മുഴുവൻ പഠിക്കണം, താളം അറിഞ്ഞിരിക്കണം, പാട്ടുകളെല്ലാം അറിഞ്ഞിരിക്കണം, രാഗങ്ങൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെ. പിന്നെ ഈ മുദ്രകളും ചവിട്ടുമായിട്ട് വ്യത്യാസമുണ്ട്. ആ മുദ്രകൾക്കനുസരിച്ചായിരിക്കും ചവിട്ട് വേറെ ആയിരിക്കും, വേറെ താളത്തിലായിരിക്കും ചവിട്ട് വരുന്നത്.
ബുദ്ധനോട് വേറെ താളത്തിനായി കയറണം. ഇത് പ്രേക്ഷകനും അറിയണം എന്നുള്ളതാണ് വേറൊരു അപ്പൊ ഡിഫിക്കൽട്ട്. ഇതിന്റെ ഇത്രയും വലിയ മഹത്തരമായ ഒരു സാധനം ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ. എനിക്കിതിന്റെ ABCD അറിയാൻ പറ്റില്ല. പിന്നെ ഞാനങ്ങനെ കഥകളി ഇതാണ് എന്നെ ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഞാൻ തന്നെ താൻ. അപ്പം പിന്നെ ഞാൻ ഇയാൾ പതിസ്ഥനായിരിക്കും, അതായത് കുറേ വർഷങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വളരെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ ചവിട്ടി തിരുമ്മൽ, പിന്നെ ഇതിന് പഠിക്കുക, വായിക്കുക, അങ്ങനെ മൊത്തത്തിലൊരു പതിസ്ഥനാകും. അപ്പോൾ നായുടെ നടപ്പിലൊക്കെ ഇതാണ് ഞാൻ എൻ്റെ ബേസ്. അപ്പം ഇയാൾ ഞാൻ ആ നിളയെ കൂടെ നടക്കുമ്പോഴൊക്കെ ആ നടപ്പുണ്ട്, കുട്ടിയെ കൊണ്ട് പോകുമ്പോഴും അതാണ് അതിനകത്ത് വേറെ ഒന്നുമല്ല. അല്ലാതെ എനിക്ക് കഥകളി അറിയാവും, കഥകളി ഉണ്ടല്ലോ. അപ്പം കഥകളി നടൻ അങ്ങനെ ആയിരിക്കണം മൊത്തത്തിലുള്ള ലൈഫ് എന്നുള്ള ഒരു അത് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ വന്നോളും. അതിനുവേണ്ടി പിന്നെ അഡീഷണൽ ആ ഒരു ബോധം നമ്മളുണ്ടാകുക. അതായത് പറഞ്ഞു എൻ്റെ മനസ്സാണ്, ആ ബോധം നമ്മൾ സൃഷ്ടിച്ചാൽ മതി, അത് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അതുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ വരും. തീർച്ചയായിട്ടും.